വീട് വിട്ട് ഓടിപ്പോകാൻ നോക്കുന്ന ശുംഭൻ. സോറി മോളെ. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പോയ പോട്ടെ എന്ന് വിചാരിക്കുന്നു കരുതിയ ഈ ആളില്ലേ അച്ഛൻ എത്ര മാത്രം അന്വേഷിച്ചു എന്നറിയോ? സുഭാഷ് ഏട്ടൻ ഇല്ലെങ്കിൽ ഈ വീടില്ല. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതോടെ ഇമാര് പരിപാടി ഓർത്തിക്കണം കേട്ടല്ലോ. ഇനി ആവർത്തിച്ച അന്നത്തോടെ ഞാൻ ഏട്ടനോട് മിണ്ടുന്നു വരെ നിർത്തും. ആ ജോത്സ്യം പറഞ്ഞത് ശരിയാവുന്നുള്ള പേടിയായിരുന്നു അല്ലേ സുഭാഷ് ഏട്ടന്? എന്റെ സുഭാഷ് ഏട്ടാ, അയാൾ ഒരു ഉടായിപ്പാണെന്നും പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും നാളെ ഞാൻ തെളിയിച്ചു തരാം. പോരെ? എങ്ങനെ? ആ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടു. സുഭാഷ് ഏട്ടൻ അതൊക്കെ വിശ്വസിക്കാൻ പോയല്ലോ. ഇതൊക്കെ നമുക്കൊരു പുതിയ കാര്യമാണോ? ഇത്രയും കാലം ആളുകൾ ഇതൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോഴൊന്നും തോന്നാത്ത കാര്യം ഈ ജോത്സ്യം എന്ന് പറഞ്ഞപ്പോ എങ്ങനെ തോന്നിയത് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് അതിന്റെ പേരിൽ ഇറങ്ങിപ്പോവാ. എന്തൊരു കഷ്ടം ഇത്. അയാൾ എന്നെ പറ്റി പറഞ്ഞ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാരണം കുഴപ്പമുണ്ടായാൽ? സുഭാഷ് ഏട്ടൻ ഇല്ലെങ്കിലാ ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവണേ. അത് ആദ്യം ഒന്നും മനസ്സിലാക്ക്. അതുപോട്ടെ, സുഭാഷ് ഏട്ടൻ കഴിക്ക. അച്ഛാ സോറി. വാ കഴിക്കാം. നീ കഴിക്കേ, ഞാൻ കാണട്ടെ. കഴിക്കണം.